വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് മാസ്റ്റർ. ഇത് ഡയറക്റ്റ് ഇൻഡയറക്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. പാർട്ട് 1-ൽ നമ്മൾ ടെൻസ് മൂന്നും, അതായത് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി ഇത് പാർട്ട് 2 ആണ്. ഈ പാർട്ട് 2-ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, കമാൻഡ് റിക്വസ്റ്റ്, സജസ്റ്റ് ആൻഡ് വാർണിംഗ്, എക്സ്ക്ലമേറ്ററി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് കമാൻഡ് ആൻഡ് റിക്വസ്റ്റ്. ഇത് എങ്ങനെയാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്, ആ സമയത്ത് എന്തൊക്കെയാണ് മാറ്റം വരുത്തുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇത്. ആ സെൻറ്റൻസിൻ്റെ കൺവെർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അത് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണാം. ഹീ സെഡ് ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെർബിൽ തുടങ്ങുന്ന എന്തും, ക്ലോസ് ദ ഡോർ, സിറ്റ് ഹിയർ, കം ഹിയർ എന്നൊക്കെ പറയുന്ന എല്ലാം കമാൻഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെർബ് നോക്കിയിട്ടാണ് ഇതിന് ഏത് റിപ്പോർട്ടിംഗ് വെർബ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഓപ്പൺ, ഓർഡർ. അപ്പോൾ ഇവിടെ ഹീ ഓർഡേഡ് ടു ഓപ്പൺ ദ വിൻഡോ. ഓപ്പൺ എന്നുള്ളത് ടു ഓപ്പണായി മാറണം. അതിന് മുമ്പ് വരുന്ന റിപ്പോർട്ടിംഗ് വെർബ് സെഡ് മാറ്റി ഓർഡേഡ് ആക്കണം. ഹീ ഓർഡേഡ് ടു ഓപ്പൺ ദ വിൻഡോ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരുന്നു, അത് ടു ഓപ്പൺ ആക്കി മാറ്റി. ഇവിടെ സെഡാണ്, അത് ഓർഡേഡായി. നെക്സ്റ്റ് സെൻറ്റൻസ്, ദ മദർ സെഡ് ടു ദ ചൈൽഡ് ബി കെയർഫുൾ അറ്റ് ദ സീ ബീച്ച്. മദർ സെഡ് ടു ദ ചൈൽഡ് ബി കെയർഫുൾ, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ബി കെയർഫുൾ എന്ന് പറയുന്നത് ഒരു വാണിംഗ് ആണ്. അപ്പം നമ്മൾ അവിടെ വാണ്ട് എന്ന് ഉപയോഗിക്കും. മദർ വാണ്ട് ദ ചൈൽഡ്. പിന്നെ ബി കെയർഫുൾ എന്നുള്ളത് ടു ബി കെയർഫുൾ എന്നാക്കി. ബി കെയർഫുൾ, ടു ബി കെയർഫുൾ. ബാക്കി ദ സെയിം, അറ്റ് ദ സീ ബീച്ച്. സോ മദർ വാണ്ട് ദ ചൈൽഡ് ടു ബി കെയർഫുൾ അറ്റ് ദ സീ ബീച്ച്. ഇവിടെ എന്തൊക്കെയാണ് മാറ്റം നോക്കി? ബി കെയർഫുൾ എന്നുള്ളത് ടു ബി കെയർഫുൾ ആക്കി മാറ്റി. ഇതുപോലെ തന്നെയാണ് എന്ത് പറഞ്ഞാൽ ബി ചേർത്ത് വന്നു കഴിഞ്ഞാൽ ടു ബി ആക്കി മാറ്റണം. അടുത്ത സെൻറ്റൻസ്, ദെൻ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് ഡോണ്ട് മേക്ക് നോയ്സ്. ഈ ഡോണ്ട് മേക്ക് നോയ്സ് എന്നുള്ളതൊരു നെഗറ്റീവ് കമാൻഡാണ്. ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് കമാൻഡാണ് ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്നത്. പോസിറ്റീവ് ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചേർത്ത് വരുന്ന വാചകങ്ങളെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. The teacher ordered the students not to make. അപ്പം ഡോണ്ട് മേക്ക് എന്നുള്ളത് നോട്ട് ടു മേക്ക് ആയത്, നോട്ട് ടു മേക്ക് നോയ്സ്. The clerk said to the manager, please grant me leave for 1 week. ഇവിടെ പ്ലീസ് വന്നുകൊണ്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ്. പ്ലീസിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലീസിൽ തുടങ്ങുന്നതിനെയാണ് നമ്മൾ റിക്വസ്റ്റഡ് എന്ന് കൺവേർട്ട് ചെയ്യുന്നത്. The clerk requested the manager to grant him leave for 1 week. ഈ മീ എന്നുള്ളത് ക്ലർക്കാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഹിം ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? ദ ക്ലർക്ക് സെഡ് ടു ദ മാനേജർ പ്ലീസ് ഗ്രാൻഡ് മീ ലീവ് ഫോർ 1 week. ഇതൊരു റിക്വസ്റ്റാണ്. പ്ലീസ് ചേർത്ത് ഏത് സെൻറ്റൻസ് വന്നാലും അത് റിക്വസ്റ്റായി കണക്കാക്കുക. അപ്പോൾ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? വെർബിൽ തുടങ്ങുകയാണെങ്കിൽ അത് കമാൻഡാണ്, ഇത് പോസിറ്റീവാണ്. ഈ ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കമാൻഡാണ്, ബട്ട് ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഓപ്പൺ എന്നുള്ള പോസിറ്റീവ്സ് ടു ഓപ്പൺ എന്ന് തുടങ്ങി, ഡോണ്ട് മേക്ക് എന്നുള്ളത് നോട്ട് ടു മേക്ക് ആയി. ഇതാണ് വേരിയസ് ടൈപ്പ് ഓഫ് കമാൻഡ് ആൻഡ് റിക്വസ്റ്റ് ഫോം വരിക. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ വരികയാണെങ്കിലും ഈ ടൈപ്പ് ആക്കിയാൽ വരുന്നത്. സോ ഐഡൻറ്റിഫൈ, സെൻറ്റൻസിൻ്റെ ഡയലോഗിൻ്റെ തുടക്കത്തിൽ എന്താണെന്നുള്ളത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വേണം നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അടുത്തത് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡീൽ വിത്ത് WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്. WH ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് നിന്നും ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വിൽ റിമെയിൻ ആസ് ഇറ്റ് ഈസ്. വാട്ട് വിച്ച് നമുക്കറിയാം, വാട്ട് വിച്ച്, വെൻ, വെയർ, വൈ, ഹൂ എന്നൊക്കെയുള്ള വേർഡിൽ തുടങ്ങുന്നതാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആ വേർഡ് ഇൻഡയറക്റ്റിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതിനുശേഷം വരുന്നത്
പിന്നെ ക്വസ്റ്റ്യനായിട്ടായിരിക്കത്തില്ല, സെൻറ്റൻസ് ആയിരിക്കും. സെൻറ്റൻസ് ആയിരിക്കുമ്പോൾ എങ്ങനെ പ്രത്യേകത എന്താണ്? ദ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് സബ്ജക്റ്റ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഓക്സിലറി വെർബോ അല്ലെങ്കിൽ WH വെർബോ വെച്ചിട്ടായിരിക്കും, ക്വസ്റ്റ്യൻ വേർഡോ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. WH ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യുമ്പം ഇതങ്ങനെയല്ല. WH വേർഡ് ആദ്യം വരും, അതിന് ശേഷം വരുന്നത് സെൻറ്റൻസ് ആയിരിക്കും. പിന്നെ ഇവിടെയും ടെൻസ് മാറ്റം വരും. ടെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ടെൻസിൻ്റെ കൺവെർഷൻ ഇവിടെയും സെയിം ആണ്. അത് എല്ലാ ഇൻഡയറക്റ്റിലും അത് സെയിം റൂളാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ആണ് ഷീ സെഡ് വാട്ട് ഡിഡ് യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് യു ഈറ്റ് ഇൻ ദ മോർണിംഗ്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിഡ് യു ഈറ്റ് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലെ ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യുമ്പം നമുക്കറിയാം അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അതിന് മുമ്പായിട്ട് ഇവിടെ നോക്കി എന്തൊക്കെ മാറ്റം എന്നുള്ളത്. ഷീ സെഡ് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ആസ്ഡ് എന്നൊക്കെ ആകാം. ഷീ ആസ്ഡ് മീ, എന്നോടാണല്ലോ ചോദിച്ചത്. വാട്ട് ഡിഡ് യു ഈറ്റ്. അവിടെ വേറെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ആരാണത് വായിക്കുന്ന ആൾക്ക് തന്നെ ഏറ്റെടുക്കുക, എന്നോടാണ് ചോദിച്ചെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഷീ ആസ്ഡ് മീ വാട്ട് യു എന്നുള്ള ആയി മാറും. ഐ ഹാഡ് ഈറ്റൻ. നോക്കിക്കേ, ഇവിടെ ഹാഡ് ഈറ്റൻ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. സിമ്പിൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആയി. പാസ്റ്റ് പെർഫെക്റ്റിന് മുമ്പ് ഇവിടെ സബ്ജക്റ്റ് വന്നു. അപ്പോൾ ഇവിടെ മുതൽ ഒരു സെൻറ്റൻസ് ആയി മാറുകയാണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ അല്ല. വാട്ട് ആദ്യം വരും, അതിനുശേഷം പിന്നെ സെൻറ്റൻസ് ആയിരിക്കണം കംപ്ലീറ്റ്ലി. വാട്ട് ഐ ഹാഡ് ഈറ്റൻ ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വന്ന് മാറ്റം. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റി. അടുത്തൊരു സെൻറ്റൻസ്, രാജ് സെഡ് വേർ ഈസ് മൈ ലാപ്ടോപ്പ്. വേർ ഈസ് മൈ ലാപ്ടോപ്പ്, ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്, ഈസ്. രാജ് ആസ്ഡ് വേർ മൈ ലാപ്ടോപ്പ് എന്നുള്ളത് ഹിസ് ലാപ്ടോപ്പ് ആക്കണം. മൈ ഹിസ് ലാപ്ടോപ്പ്. ഇവിടെ രാജാണ് ചോദിച്ചത് അവൻ്റെ ലാപ്ടോപ്പ് എവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഹിസ് വേർ ഹിസ് ലാപ്ടോപ്പ് വാസ്. അല്ലാതെ വേർ വാസ് ഹിസ് ലാപ്ടോപ്പ് എന്നല്ല, അത് തെറ്റാണ്. കാരണം വേർ WH ക്വസ്റ്റിന് ശേഷം അത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഫോമിലേക്ക് മാറണം. ഇവിടെ ഈ സബ്ജക്റ്റാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെർബ് വന്നു. നെക്സ്റ്റ്, ഹി സെഡ് വാട്ട് ഹാവ് യു ബോട്ട് ഫോർ ദ ഗിഫ്റ്റ്. ഹി സെഡ് വാട്ട് ഹാവ് യു ബോട്ട് ഫോർ ദ ഗിഫ്റ്റ്. ഗിഫ്റ്റിന് വേണ്ടി നിങ്ങൾ എന്ത് വാങ്ങി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റൻസിൻ്റെ ടെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാവ് യു ബോട്ട്. വാട്ട് ഹാവ് യു ബോട്ട്, ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഹി ആസ്ഡ് വാട്ട്. ഇവിടെ വാട്ട് ഒന്നും നമ്മൾ അത് തന്നെ ഇവിടെ എഴുതി. വാട്ട് ഐ ഹാഡ് ബോട്ട് ഫോർ ദ ഗിഫ്റ്റ്. ഐ ഹാഡ് ബോട്ട് ഫോർ ദ ഗിഫ്റ്റ് എന്ന് പറയാൻ കാരണം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി, എന്നോടാണ് ചോദിച്ചത്. ഹി സെഡ് യു എന്നുള്ള, അപ്പോൾ ഇവിടെ ഐ ആയി മാറി. വാട്ട് ഐ ഹാഡ് ബോട്ട് ഫോർ ദ ഗിഫ്റ്റ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ദ ടീച്ചർ സെഡ് വൈ ഡോണ്ട് യു റീഡ് ബുക്സ്. ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചത്, അല്ലെങ്കിൽ ഒരാളിനോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് പുസ്തകം വായിക്കാത്തത്. ഈ സെൻറ്റൻസ് കാണുമ്പോഴേ അറിയാം സിമ്പിൾ പ്രസൻ്റാണ്. വൈ ഡോണ്ട് യു റീഡ്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആക്കണം. ദ ടീച്ചർ ആസ്ഡ് വൈ, ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ തന്നെ വന്നു, അതിനുശേഷം സെൻറ്റൻസ് ആണ് വൈ ഐ ഡിഡിൻ റീഡ് ബുക്സ്. ഇതാണ് WH ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൺവേർട്ട് ചെയ്യുന്ന രീതി. അപ്പം WH വേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഇൻഡയറക്റ്റിൽ. അതിനുശേഷം സെൻറ്റൻസ് ഫോം ആയിരിക്കണം. സെൻറ്റൻസ് മീൻസ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അതിനകത്ത് വെർബ് കറസ്പോണ്ടിങ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കണം. ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒഴിവുകൾ. എല്ലാം ഇതുപോലെയല്ല എന്ന് പറയുന്നിടത്താണ് ഈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് എക്സെപ്ഷൻ നമുക്ക് വളരെ സിമ്പിളാണ്. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഫ്യൂച്ചറിലോ പ്രസൻറ്റിലോ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതുവരെ സെഡ് എന്നുള്ള എക്സാമ്പിളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രസൻറ്റ് ടെൻസോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ടെൻസോ വരികയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, എക്സാമ്പിൾ ഹി സേസ് ഐ ആം ഗ്ലാഡ് ടു ബി ഹിയർ ദിസ് ഈവനിങ്.
അപ്പോൾ ഹീ സേസ് ഐ ആം ഗ്ലാഡ് ടു ബി ഹിയർ ദിസ് ഈവനിങ് എന്ന് പറയുന്നിടത്ത് റിപ്പോർട്ടിംഗ് വെർബാണ് ഇത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ടെൻസിലാണ്. സേസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ഡയലോഗിനകത്ത് ടെൻസിന് മാറ്റം വരത്തില്ല. അപ്പോൾ ഇവിടെ ടെൻസ് വരുന്നത്, ഇവിടെ വെർബ് വരുന്നത് ഇതാണ്, ആം. അതെങ്ങനെയാണ് മാറുന്നത് നോക്കിയേ. ഹീ സേസ് ദാറ്റ്, ഇത് ഇതുപോലെ തന്നെ നമ്മൾ എഴുതും. ഹീ സേസ് ദാറ്റ് ഹീ ഈസ് ഗ്ലാഡ് ടു ബി ദെയർ ദിസ് ഈവനിങ്. ഈ ഹിയർ എന്നുള്ളത് ദെയർ ആവും. ഇത് നേരത്തെ ഉള്ള ചേഞ്ച് പട്ടികയിലെ ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ മാറ്റം വരുമെന്ന്. അപ്പോൾ ഇവിടെ മാറ്റം വന്നത് ഈ ആം എന്നുള്ളത് ഈസായി മാറി. ഇത് രണ്ടും പ്രസൻറ്റ് ടെൻസാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ സേസ് ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾസ്. അവൾ പറയുന്നു അവൾക്ക് ആപ്പിൾ ഇഷ്ടമല്ല. അവൾ പറയുന്നു എന്നാണ് പറയുന്നത്, അവൾ പറഞ്ഞു എന്നല്ല. അവൾ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് അത് പാസ്റ്റ് ടെൻസ് ആവുന്നത്, സെഡ് ആവുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് കയറി ടെൻസ് ചേഞ്ച് ചെയ്യുമെന്നും പറഞ്ഞ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇത് ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾസ് എന്നുള്ളത് ഈ ഡയലോഗ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് എഴുതുമ്പോൾ ഷീ സേസ് ദാറ്റ് ഷീ ഡസൻ ലൈക്ക് ആപ്പിൾസ്. ഈ ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾ എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഷീ ഡസൻ ലൈക്ക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഇവിടെ ഐ പ്ലൂറൽ വന്നതുകൊണ്ടാണ്, ഫസ്റ്റ് പേഴ്സൺ അതിന് പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡോണ്ട് യൂസ് ചെയ്തത്. ഇവിടെ ഷീ സിംഗുലറാണ്, സിംഗുലറിൻ്റെ കൂടെ ഡസൻ്റെ വരത്തുള്ള നെഗറ്റീവിൽ. ഐ ഡോണ്ട് ലൈക്ക് ആപ്പിൾസ് എന്നുള്ളത് ഷീ ഡസൻ ലൈക്ക് ആപ്പിൾസ്. ബോത്ത് ദ സെൻറ്റൻസ് ആർ ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഹി വിൽ സേ മൈ ഡാഡ് വിൽ നോട്ട് അലോ മീ ടു കം. ഹി വിൽ സേ, അവൻ പറയും എന്നാണ് പറയുന്നത്. അവൻ്റെ അച്ഛൻ എന്നെ വിടത്തില്ല. അപ്പോൾ അവൻ പറയുന്നത് എങ്ങനെയായിരിക്കും? അവൻ പറയും എൻ്റെ അച്ഛൻ എന്നെ വിടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഹി വിൽ സേ മൈ ഡാഡ് വിൽ നോട്ട് അലോ മീ ടു കം. ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം ഹി വിൽ സേ ദാറ്റ്, റിപ്പോർട്ടിംഗ് വെർബ് വിൽ റിമെയിൻ ദ സെയിം. ദാറ്റ് കൺജക്ഷൻ വന്നു. ഇനി മൈ ഡാഡ് എന്നുള്ളത് ഹിസ് ഡാഡാക്കി മാറ്റണം. ഇൻഡയറക്റ്റിൽ അങ്ങനെയാണ്. എന്നിട്ട് വിൽ നോട്ട് അലോ വിൽ റിമെയിൻ ദ സെയിം. ഇവിടെയാണ് ടെൻസ് ചേഞ്ച് ചെയ്യാവില്ല എന്ന് പറഞ്ഞത്. വിൽ നോട്ട് അലോ മീ എന്ന് പറയത്തില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മീ എന്നുള്ളത് ഹിം ആവും. കാരണം ഇവിടെ ഹീ ആണ്, ഹീയുടെ ഒബ്ജക്റ്റീവ് ഫോമാണ് ഹിം. സോ ഹീ വിൽ സേ ദാറ്റ് ഹിസ് ഡാഡ് വിൽ നോട്ട് അലോ ഹിം ടു കം. അടുത്തതായിട്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തെന്ന് നോക്കാം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനകത്ത് ഹുറ, അലാസ്, ബ്രേവോ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു എക്സ്ക്ലമേറ്ററി വേർഡ് അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും കാണും. അങ്ങനെയുള്ളതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്ന് പറയും. നമ്മളെപ്പോഴും റിപ്പോർട്ടിംഗ് വെർബായിട്ട് എക്സ്ക്ലെയിംഡ് ദാറ്റ്, എക്സ്ക്ലെയിംഡ് വിത്ത് ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം പ്രകടിപ്പിക്കുക. എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം പ്രകടിപ്പിക്കുക. എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കുക. അപ്പോൾ സെൻറ്റൻസ് വായിച്ചിട്ട് സെൻറ്റൻസിൻ്റെ എമോഷൻ മനസ്സിലാക്കിയിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ലെറ്റ്സ് സീ ദ സെൻറ്റൻസസ്. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ്, ഹീ സെഡ് ഹുറ വി ഹാവ് വൺ ദ മാച്ച്. ഈ ഹുറ പ്രയോഗിക്കുന്ന എപ്പോഴും സന്തോഷം, ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഹുറ പ്രയോഗിക്കുക. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പം ഹീ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് എന്നുള്ളത് ഇറ്റ്സ് അവർ ഇൻപുട്ട്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചേർക്കണം. ദാറ്റ്, ഇവിടെ കൺജങ്ഷൻ വരുന്നുണ്ട്. ദാറ്റ് ദേ ഹാഡ് വൺ ദ മാച്ച്. വി ഹാവ് വൺ ദ മാച്ച് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ദ റൂൾ അപ്ലൈസ് ഹിയർ ദ സെയിം. പ്രസൻറ്റ് പെർഫെക്റ്റ് ബിക്കംസ് പാസ്റ്റ് പെർഫെക്റ്റ്. ദേ ഹാഡ് വൺ. വി ഹാവ് വൺ എന്നുള്ളത് ദേ ഹാഡ് വൺ ദ മാച്ച്. അപ്പോൾ ദ ഫൈനൽ സെൻറ്റൻസ് ഈസ് ഹി എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് they had won the match. Next sentence, Alfie said, alas, he missed the flight. അപ്പോൾ ഇവിടെ അലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദുഃഖം പ്രകടിപ്പിക്കുക, സോറോസ്നെസ് ആണ് ഇവിടെ. ആൽഫി പറഞ്ഞത് കഷ്ടമായി പോയല്ലോ. നമ്മൾ ഈ കഷ്ടം എന്ന് മലയാളത്തിൽ പറയുന്നതാണ് അലാസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. കഷ്ടമായി പോയല്ലോ, അവൻ്റെ ഫ്ലൈറ്റ് മിസ്സായി, അതാണ് പറഞ്ഞത്. അലാസ് ഹീ മിസ് ദ ഫ്ലൈറ്റ്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അൽഫി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ. ഇവിടെ അലാസ് എന്നുള്ളത് സോറോ എന്നാക്കി നമ്മൾ. ദാറ്റ് ഹീ ഹാഡ് മിസ് ദ ഫ്ലൈറ്റ്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറി. ഹീ മിസ് ദ ഫ്ലൈറ്റ് എന്നുള്ളത് ഹീ ഹാഡ് മിസ് ദ ഫ്ലൈറ്റ്.
Okay, next sentence. Priya said to Nina, "Oh, I regret that you lost your grandma." അപ്പോൾ ഇവിടെ വീണ്ടും ഗ്രീഫാണ് അല്ലെങ്കിൽ സോറോ ആണ്. ഓ ഐ റിഗ്രറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദുഃഖമാണ് പ്രകടിപ്പിക്കുന്നത്. സോ ദ സെൻറ്റൻസ് ഈസ് പ്രിയ എക്സ്ക്ലെയിംഡ് വിത്ത് ഗ്രീഫ് അല്ലെങ്കിൽ സോറോ, ഗ്രീഫ് എന്ന് സോറോ എന്ന് എഴുതാം, ദാറ്റ് നീന ഹാഡ് ലോസ്റ്റ് ഹെർ ഗ്രാൻഡ്മ. ഇവിടെ യു ലോസ്റ്റ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം പാസ്റ്റ് പെർഫെക്റ്റ് ആയി. യു ഹാഡ് ലോസ്റ്റ് യുവർ ഗ്രാൻഡ്മ. ദ ഫൈനൽ സെൻറ്റൻസ് ഈസ് പ്രിയ എക്സ്ക്ലെയിംഡ് വിത്ത് ഗ്രീഫ് ദാറ്റ് നീന ഹാഡ് ലോസ്റ്റ് ഹെർ ഗ്രാൻഡ്മ. അടുത്തതായി ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യമേ WH ക്വസ്റ്റ്യൻ നോക്കി, അതിനുശേഷം 2 ടൈപ്പിലുള്ള ക്വസ്റ്റ്യനേ ഉള്ളല്ലോ ഇംഗ്ലീഷിൽ. ഒന്ന് WH ക്വസ്റ്റ്യൻ, ദ അതർ ഈസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പ്രത്യേകത എന്താണ്? മൊഡാൽ ആക്സിലറീസിലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ആ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ്, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, വിൽ, ഷാൽ, മേ, ഇങ്ങനെയൊക്കെ വരുന്നതാണ് മൊഡാൽ ആക്സിലറി. അത് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്, അതിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം, അതായത് ആസ്ഡ് ആണ് സാധാരണ റിപ്പോർട്ടിംഗ് വെർബ് വരുന്നത്, അതിന് ശേഷം ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കും. അപ്പോൾ ഈ വെദർ ഈഫ് ഓർ വെദർ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ്ലി ഈഫാണ് യൂസ് ചെയ്ത് വരുന്നത്. കിട്ടുന്ന ഉത്തരം നോ ആവാം, യെസ് ആവാം. അപ്പോൾ അതിനകത്ത് ഒരു സംശയം ഉണ്ടെങ്കിലാണ് നമ്മൾ വെദർ ചേർക്കുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈഫ് ചേർത്താണ് ചോദിക്കുന്നത്. അതേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ ഈഫ് എന്തിനാ വെദർ എന്തിനാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ഓക്സിലറി വെർബ് ഉണ്ട്, ഇതിൽ തുടങ്ങുന്നതാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഹി സെഡ്, ഡിഡ് യു ക്ലോസ് ദ ഡോർ? ഡോർ ക്ലോസ് ചെയ്തോണ്ടാണ് ചോദിച്ചത്. അപ്പം ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെ ടെൻസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഡിഡ് യു ക്ലോസ് ദ ഡോർ, ഇത് സിമ്പിൾ പാസ്റ്റാണ്. ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റിപ്പോവും. ഹി ആസ്ഡ് ഇഫ്, നമ്മളിവിടെ ഈഫ് എന്ന കൺജക്ഷൻ ചേർത്തു. ഹി ആസ്ഡ് ഇഫ്. പിന്നെ വരേണ്ടത് സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ. അത് WHലും അതുപോലെ തന്നെയായിരുന്നു. ഇഫ് ഐ ഹാഡ് ക്ലോസ് ദ ഡോർ, ഐ ഹാഡ് ക്ലോസ് ദ ഡോർ എന്ന് എഴുതാൻ കാരണം ഡിഡ് യു ക്ലോസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ബിക്കംസ് പാസ്റ്റ് പെർഫെക്റ്റ്. അതാണ് ഹാഡ് ക്ലോസ്ഡ് വന്നത്. നെക്സ്റ്റ്, ദ ടീച്ചർ സെഡ് ടു അനു, ഹാവ് യു ഫിനിഷ്ഡ് റൈറ്റിംഗ്? ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹാവ് യു ഫിനിഷ്ഡ് റൈറ്റിംഗ്. ഹാവ് യു ഫിനിഷ്ഡ് റൈറ്റിംഗ് എന്ന് ചോദിക്കുന്ന സെൻറ്റൻസിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് പ്ലസ് V3. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ദ ടീച്ചർ ആസ്ഡ് അനു. ദ ടീച്ചർ ആസ്ഡ്, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ദ ടീച്ചർ ആസ്ഡ് അനു വെദർ ഷീ ഹാഡ് ഫിനിഷ്ഡ് റൈറ്റിംഗ്. ടീച്ചറിന് അറിയത്തില്ല ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ വെദർ ചേർത്തത്. അതല്ല മിക്കവാറും കംപ്ലീറ്റ് ആയി കാണുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യൂസ് ചെയ്യാം. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ഇഫ് ആൻഡ് വെദർ. ടീച്ചർ ആസ്ഡ് അനു വെദർ ഷീ ഹാഡ് ഫിനിഷ്ഡ് റൈറ്റിംഗ്. ഹാഡ് ഫിനിഷ്ഡ് പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റായി. സബ്ജക്റ്റ് വന്നു. യു എന്നുള്ളത് അനു ആണ്. അനുവിനോടാണ് ടീച്ചർ ചോദിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ അനുവിന് പകരം അവിടെ പേഴ്സണൽ പ്രോനൗണ് ഷീ യൂസ് ചെയ്തത്. വെദർ ഷീ ഹാഡ് ഫിനിഷ്ഡ് റൈറ്റിംഗ്. അടുത്തത്, കിരൺ സെഡ് ടു മാലിനി, ക്യാൻ യു സിങ് എ സോങ്? ക്യാൻ യു സിങ് എ സോങ് എന്നുള്ള ചോദ്യം ക്യാനിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പം കിരൺ ആസ്ഡ് മാലിനി ഇഫ് ഷീ കുഡ് സിങ് എ സോങ്. ക്യാൻ കുഡായി മാറ്റി. ക്യാൻ യു സിങ് എ സോങ് എന്നുള്ളത് ഷീ കുഡ് സിങ് എ സോങ്. ഇഫ് ഷീ കുഡ് സിങ് എ സോങ്. ഇവിടെ മാലിനിക്ക് പകരമാണ് ഇവിടെ പേഴ്സണൽ പ്രോനൗൺ ഷീ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഷി സെഡ് ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട് സൈഡ്? ഷി സെഡ് ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട് സൈഡ്. ഈസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഈസ് മൊഡാൽ ഓക്സിലറി വരുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഷീ ആസ്ഡ് വെദർ ഇറ്റ് വാസ് റെയിനിങ് ഔട്ട് സൈഡ്. ഈസ് ഇറ്റ് റെയിനിങ്, ഈസ് വാസ് ആയി മാറും.
ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ് റെയിനിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഇറ്റാണ് സബ്ജക്റ്റ്. ഇറ്റ് ഇവിടെ വന്ന് ഇറ്റിന് ശേഷം അത് ചുരുക്കി പറഞ്ഞ് എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഓക്സിലറി വെർബ് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു കൺജക്ഷൻ ഉണ്ടായിരിക്കും വെദർ. ആ വെദറിന് ശേഷം എപ്പോഴും അത് സെൻറ്റൻസ് ഫോമിലായിരിക്കും. അതാണ് രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യനും ശ്രദ്ധിക്കാനുള്ളത്. WH ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ WH വേർഡിന് ശേഷം സെൻറ്റൻസ് ആക്കി മാറ്റണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈഫോ വെദറോ ചേർക്കും. അതിന് ശേഷം ഉള്ള പാർട്ട് ഈസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആകുമ്പോൾ വെർബിൻ്റെ കറസ്പോണ്ടിങ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം അത് എഴുതാൻ. അടുത്തായിട്ട് അഡ്വൈസ്, സജഷൻ ആൻഡ് വാണിംഗ്, ഈ 3 ടൈപ്പിലുള്ള സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. മൈ ഫാദർ സെഡ് ബ്രഷ് യുവർ ടീത്ത് ബിഫോർ യു ഗോ ടു ബെഡ്. ബ്രഷ് യുവർ ടീത്ത് ബിഫോർ യു ഗോ ടു ബെഡ് എന്നുള്ളത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇറ്റ്സ് അഡ്വൈസ്, ഫാദറിൽ നിന്നാണ് മകനോട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ലാതെ അതിന് പ്രത്യേക ഒരു നിയമമില്ല. സെൻറ്റൻസിൻ്റെ മീനിങ് നമുക്കറിയാം, ഇത് സജഷനാണോ വാണിംഗ് ആണോ അതോ അഡ്വൈസ് ആണോ. മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞാൽ ടു ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞാൽ മൈ ടീത്ത് എന്നോടാണ് പറഞ്ഞത്. അപ്പം ഞാനത് എടുത്ത് പറയുമ്പോൾ മൈ ഫാദർ സെഡ് ടു മീ ടു ബ്രഷ് മൈ ടീത്ത് ബിഫോർ ഐ ഗോ ടു ബെഡ്. യു ഗോ ടു ബെഡ് എന്ന്. അപ്പോൾ യു എന്നുള്ളത് ഐ ആണ്, എന്നോടാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ആണത് ഇൻഡയറക്റ്റ് ആക്കി പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഇത്രയും മാറ്റം വരുത്തും. മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ബ്രഷ് മൈ ടീത്ത് ബിഫോർ ഐ ഗോ ടു ബെഡ്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? മൈ ടീത്ത്, ഐ ആൻഡ് മീ. ഇപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് മീനിങ്. നമ്മളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും കൺവേർഷനകത്ത് വന്നേ പറ്റൂ. പിന്നെ ഇവിടെ വെർബ് എങ്ങനെ വന്നിരിക്കുന്നത്? ബ്രഷ്. ദ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് വെർബ്. വെർബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ വരണം, ടു ബ്രഷ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ മോണിറ്റർ സെഡ് ഡു നോട്ട് ലിറ്റർ ദ ക്ലാസ് റൂം. മോണിറ്റർ എപ്പോഴും ക്ലാസ് റൂമിൻ്റെ ലീഡറാണല്ലോ. അപ്പോൾ മോണിറ്റർ സെഡ് ഡു നോട്ട് ലിറ്റർ ദ ക്ലാസ് റൂം. ലിറ്റർ എന്ന് പറഞ്ഞാൽ അഴുക്ക്, നമ്മൾ ചോക്ലേറ്റിൻ്റെ കടലാസോ അതൊക്കെ വലിച്ചു ചേർത്തിരിക്കുക, പെൻസിൽ അവിടെ ഷാർപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഴുക്ക് ഇടാതിരിക്കുക. അപ്പോൾ അങ്ങനെ അഴുക്കൊന്നും ഇടാതിരിക്കാനാണ് മോണിറ്റർ പറഞ്ഞത്. അപ്പോൾ ദ മോണിറ്റർ വാണ്ട്, അതൊരു വാണിംഗ് ആണ്. അവിടെ ക്ലാസ് റൂം വൃത്തികേടാക്കരുത് എന്നുള്ളതൊരു വാണിംഗ് ആണ്. സോ ദ മോണിറ്റർ വാണ്ട് ദ സ്റ്റുഡൻസ് നോട്ട് ടു ലിറ്റർ ദ ക്ലാസ് റൂം. ഡു നോട്ട് ലിറ്റർ എന്നുള്ളത് നോട്ട് ടു ലിറ്റർ ആവുന്നു. ഡു നോട്ട് ലിറ്റർ, നോട്ട് ടു ലിറ്റർ. അടുത്ത സെൻറ്റൻസ് അരുൺ സെഡ് ടു മോനി യു ഷുഡ് ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് യുവർ പേരൻസ്. യു ഷുഡ് ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് യുവർ പേരൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് അരുൺ മോനിക്ക് കൊടുത്തൊരു അഡ്വൈസാണ്. അപ്പോൾ ഒരു സജഷനാണ്. അപ്പോൾ അതായത് ഒരു അഭിപ്രായം പറഞ്ഞത് അരുൺ സജസ്റ്റഡ് ദാറ്റ്. അപ്പോൾ സജസ്റ്റ് നമ്മൾ സജസ്റ്റഡ് ദാറ്റ് ഇവിടെയാണ് നമുക്ക് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം കൺജക്ഷൻ വേണ്ടി വരെ സജഷൻ. മോനി ഷുഡ് ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഹെർ പേരൻസ്. യുവർ പേരൻസ് എന്നുള്ളത് ഹെർ പേരൻസ്. മോനി, യു ഷുഡ്, ഇത് ആരോടാണ് പറഞ്ഞത്? മോനിയോടാണ് പറഞ്ഞത്. അതുകൊണ്ട് അരുൺ എന്താണ് സജസ്റ്റ് ചെയ്തത്? മോനി അവളുടെ പ്രശ്നം അവളുടെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുള്ളത്. സോ അരുൺ സജസ്റ്റഡ് ദാറ്റ് മോനി ഷുഡ് ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഹെർ പേരൻസ്. ആൻഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ടോപ്പിക്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്തത്. അപ്പോൾ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കൂടി കാണണം. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫൈനലി ലൈക്ക് ചെയ്യണം. ഓക്കെ, അണ്ടിൽ ദെൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.